ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ ഞങ്ങളിന്ന് പോകുന്നത് ബേപ്പൂർ പുലിമൂട്ടിലേക്കാണ് കേട്ടോ. രാവിലെ തന്നെയാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പം തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. കസിൻസും അതേപോലെ മാമനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ തന്നെ അവിടെ കുറച്ച് പേര് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തി ഫസ്റ്റ് കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇതിന് നീർനായാന്ന് അങ്ങനെ എന്തോ ആണ് പറയുക. പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. മോൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൻ എന്തിനാണ് പോകുന്നതെന്ന് പോലും അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ ഒന്നും നോക്കിയില്ല. ഉപ്പിലിട്ടത് വാങ്ങി ഉപ്പിലിട്ട് പിന്നെ നമ്മുടെ ഒരു വികാരമാണല്ലോ, അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കിയിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ബേപ്പൂർ ഫെസ്റ്റിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയത് ബോട്ടിൽ കയറാനാണ് കേട്ടോ. അവിടെ ബോട്ട് സർവീസിംഗ് ഉണ്ട്. 2 ബോട്ടിലായിട്ടാണ് കൊണ്ടുപോകുന്നത്. അരമണിക്കൂറാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫാമിലീൻ്റെ കൂടെ പോകുന്നത്. പിന്നെ കയറിയപ്പോൾ തന്നെ ബോട്ടിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ രീതിയിലൊന്നും ബോറടിച്ചിട്ടില്ല. പിന്നെ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ജാക്കറ്റ് ഇടാണ്. ഞാൻ മോന് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആൾക്ക് കുറച്ച് പേടിയായിപ്പോയി. അതും കൂടെ ഇട്ടപ്പോൾ ആൾ ഭയങ്കരമായിട്ട് നെർവസ് ആയ പോലെ തോന്നി. പിന്നെ ഫേസിൽ ചിരിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു ഇതിന് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെ ഫേസിലും കാണാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ 2 ബോട്ടിലായിട്ടാണെന്നുള്ളത്. അപ്പോൾ ഒരു ബോട്ട് ഞങ്ങൾ അവിടെ വരുമ്പോഴേക്ക് ആളൊക്കെ കയറ്റിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരെ ആയിട്ടുള്ളൂ. അപ്പോൾ ഫുള്ളായാൽ മാത്രമേ അവർ ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ മോൻ ആ സീറ്റിലൊക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ആൾ കുറച്ച് ടെൻഷനിലാണ് കേട്ടോ. ആൾ മിണ്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഫേസിലൊരു ചിരി മാത്രമേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ 2 ബസ്സിന് ആൾക്കാർ വന്ന് അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവരിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഹോണൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല അതായത് രാവിലെ തന്നെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഇങ്ങനെ ബോട്ടിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഫാമിലീൻ്റെ കൂടെ ഇല്ലേ, അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അതൊട്ടും പ്രിപ്പയർഡായിട്ട് എടുത്തൊരു വീഡിയോ അല്ല കേട്ടോ. കാരണം ഞങ്ങൾ ക്രിസ്മസ് ആയതുകൊണ്ട് അതിന് ഓഫീസും കാര്യങ്ങളൊക്കെ ലീവ് ആയതുകൊണ്ട് ഞങ്ങളൊരു ദിവസം മേമേൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയ ടൈമാണ് ഇങ്ങനെ പോകാമെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെ വീഡിയോസ് എടുക്കണം, എങ്ങനെ ഇതാക്കണം എന്നുള്ള ഒരു ധാരണ വെച്ചിട്ടല്ല ഇതെടുത്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കുറേ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ഓരോരുത്തർ ഫോണിലെടുത്ത ക്ലിപ്സ് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ വൈറ്റ് കാണുന്നത് ജങ്കാറാണ് കേട്ടോ. പുതിയതായിട്ട് വരുന്ന ജങ്കാറാണ്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആൾ കുറച്ച് ടെൻഷനിലാണെങ്കിലും നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ചിരിക്കാനൊക്കെ പറയുമ്പോൾ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അവൻ ഇതുവരെ ഇങ്ങനെ ബോട്ടിലെ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ട്രാവൽ ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പകുതി എത്തിയപ്പോൾ തന്നെ ആൾക്ക് ആ ജാക്കറ്റും കാര്യങ്ങളായിട്ട് ഭയങ്കര ഇറിറ്റേറ്റായിട്ട് ഫീൽ ചെയ്തിട്ട് എല്ലാവരെ കൊണ്ടും അഴിപ്പിച്ചു. അവനും അഴിച്ചു, എല്ലാവരെ കൊണ്ടും അഴിപ്പിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊന്നും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതൊരു തുരുത്താണ് കേട്ടോ. ചുറ്റും വെള്ളമാണ്. പക്ഷെ അവിടെ 2-3 വീടൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ആൾക്കാരുണ്ട്. അവരൊക്കെ ട്രാവൽ ചെയ്യുന്നത് തോണിയിലും കാര്യങ്ങളിലൊക്കെയാണ് സാധനങ്ങൾ വാങ്ങാനും പുറത്തേക്കൊക്കെ പോകുന്നത് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഫിലിമിൽ ഒക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് ഫസ്റ്റ് കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ ആൾ നല്ല ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ട് വീടതാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അൻവി മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഈ ഒരു ബോട്ട് യാത്രയിൽ നല്ല ഹാപ്പി ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ ഫാമിലീൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ ഒരു ബോട്ട് യാത്രയ്ക്ക് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും എല്ലാവരും മുഖത്തും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ കാണുന്നതൊക്കെ ബോട്ടാണ് കേട്ടോ. അതൊക്കെ നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു. ബായ്.